നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ന ഗുരുരധികം തത്വം ന ഗുരുരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. നാം ഇപ്പോൾ സാഖ്യയോഗത്തിൻ്റെ അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ 51 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത്. കർമ്മം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന ഭാഗത്തിലാണ് നാം നിർത്തിയിരിക്കുന്നത്. 52 ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യക്തിദർശിനി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ, എപ്പോഴാണോ നിൻ്റെ മോഹപൂർണമായ കളങ്കിത ബുദ്ധിയെ തരണം ചെയ്യുന്നത്, അപ്പോൾ നീ നിർവേദം അഥവാ വൈരാഗ്യത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഇതുവരെ കേട്ടതും കേൾക്കാനിരിക്കുന്നതുമായ സർവ്വ പദാർത്ഥങ്ങളിലും നിനക്ക് വൈരാഗ്യ ബുദ്ധി ഉദിക്കും. അതായത് വൈരാഗ്യ ബുദ്ധി, എനിക്കത് ചെയ്തേ കഴിയൂ, എനിക്കത് ചെയ്യണം എന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാകും. ഇതെൻ്റേതാണ്, ഇത് ഞാനാണ് എന്ന് തുടങ്ങിയ തെറ്റായ ധാരണകൾ അകലുമ്പോൾ തന്നെ വൈരാഗ്യം ഉദിച്ചു തുടങ്ങും. നിത്യ അനിത്യ വസ്തു വിവേകത്തെയാണ് വേദം വൈരാഗ്യമെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് കരുതുന്നതല്ല വൈരാഗ്യം. അങ്ങനെ മിഥ്യയാണെങ്കിൽ പിന്നെ കർമ്മമേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കർമ്മം ഉപേക്ഷിക്കാൻ ഒരിടത്തും ഗീത ഉപദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ ഗീത എടുത്തു കാണിക്കുക കൂടി ചെയ്യുന്നു. ആ കുറച്ച് ശ്ലോകങ്ങളായി നാം അത് ശ്രദ്ധിച്ചു വന്നതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കർമ്മം ചെയ്യാനാണ് ഗീത പറയുന്നത്. കർമ്മത്തിൻ്റെ പ്രാധാന്യം അത് നിഷ്കാമകർമ്മം ചെയ്യുക. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും ഉള്ള ചിന്തകളെല്ലാം ഉപേക്ഷിച്ച്, ഇത് ഞാനാണ് എന്ന ചിന്തയെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുവാനാണ് ഗീത എപ്പോഴും പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കർമ്മം മുക്തിക്ക് കാരണമാകുന്നു. എല്ലാ മിത്രങ്ങൾക്കും നല്ലൊരു ശുഭ സുദിനം ആശംസിക്കുന്നു. കർമ്മങ്ങൾ കൊണ്ട് താൻ കർത്തവ്യം ചെയ്യണം, കർമ്മം താൻ മുക്തിക്ക് സദ്ഗുരുനാഥൻ. കടമകൾ ചെയ്യാത്ത മർത്യന് പിന്നെയും കടമയെന്ന് ഓർമ്മ വേണം. ശിവായ. നമസ്കാരം. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.